ദുഃഖമുണ്ടാകും, വെളിച്ചമുണ്ടോ നിഴലുണ്ടാകും. അകത്ത് വെളിച്ചം തരുന്നയാളെ, ദിവം തരുന്നവനെ ദൈവം എന്ന് പറയും. ദിവം പ്രകാശമാണ്. ദൈവം അകത്ത് വെളിച്ചം തരുന്നവനാണ്. അകത്ത് വെളിച്ചം നേടിവെച്ച് നിറച്ചു വെച്ചിരിക്കുന്നവനെ ഭക്തൻ എന്ന് പറയും. ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ്. പ്രകാശം നിറച്ചിരിക്കുന്നവൻ ഭക്തൻ. നടരാജമൂർത്തിയായ ശിവൻ ഈ ലോകത്തിന്റെ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ സർവനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ കഥയാണ് ശിവരാത്രി, അല്ലേ? ലോകത്ത് സുഖവും ദുഃഖവും ഉണ്ടാവും, നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവും, ഇരുട്ടും വെളിച്ചവും ഉണ്ടാവും. പക്ഷേ മരണമില്ലാത്ത, ജീവിതം മാത്രമുള്ള മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാൻ അമൃതിന് വേണ്ടി പാലാഴി കടഞ്ഞല്ലോ ദേവന്മാര്. അത്യാർത്ഥിയല്ലേ അത്? അങ്ങനെയില്ല. പ്രപഞ്ചമാം പാൽക്കടലാവതും നാം പഠിച്ച മട്ടൊക്കെ മതിച്ചു നോക്കാം. സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖവിഷാംബു മിശ്രം. പക്ഷേ വെളിച്ചം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പാലാഴി കടഞ്ഞപ്പോ ആദ്യം ഉയർന്നു വന്നത് വെളിച്ചത്തെ എന്തെന്ന് നമ്മൾ കൂട്ടിവെക്കുമ്പോഴും തുല്യവും വിപരീതവുമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ശക്തിപ്പെടും, ന്യൂനമർദ്ദമുണ്ടാകും. നിങ്ങൾ നോക്കൂ, AC ഫിറ്റ് ചെയ്യുക. പലപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ ചെക്കനും പെണ്ണിനും കിടക്കുന്ന റൂമിൽ AC ഫിറ്റ് ചെയ്യുക. ഈ ചെക്കനും മമ്മണ്ണും ആ തണുപ്പ് കിടക്കുമ്പോൾ ഓർക്കണോ, ഇതിനകത്ത് തണുപ്പിന്റെ കൂടി ഡബിൾ ചൂട് ഈ മറ്റേ ഫാൻ എന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ കല്യാണം നടത്താൻ ചെലവാക്കി അച്ഛനും അമ്മയും ചൂടും ജയിച്ച് കിടന്നോളുക. മനസ്സിലായോ? AC ഉണ്ടാകുമ്പോൾ ആ തുല്യവും വിപരീതവുമായ ചൂട് അപ്പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുപോലെ അമൃതം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തുല്യവും വിപരീതമായി കാളമൊത്തുകൂടി ബ്ലാക്ക് ഹോളിൽപ്പെട്ട് ലോകം നശിച്ചു പോകുമ്പോൾ ആ ലോകത്തെ രക്ഷിച്ചപ്പോഴാണ് ആനെന്ന ദൈവം ശിവാനായത്. ആനെന്ന് മാത്രമായിരുന്നു ദൈവത്തിന്റെ പേര്. ഭാരതത്തിലെ മോഹൻജാദാരാവിലും ഹാരപ്പയിലും നടത്തിയ ഖനനങ്ങളിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ഭാരതത്തിലെ ആദ്യത്തെ പുരുഷ ദൈവം ആൻ എന്നാണ്, സ്ത്രീ ദൈവം മാ എന്നാണ്. ശിവം ചെയ്തപ്പോഴാണ് ശിവം കൂട്ടണം ആൻ ശിവനായത്. ആ ശിവൻ എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ശിവമുണ്ട്, നന്മയുണ്ട്. ആ നന്മയാണ് പ്രധാനം.